വികസനത്തിന്റെ പരവധാനി വിരിച്ച് ആരവങ്ങളും ആർപ്പുവിളികളും ആവേശത്തോടെ കേരളം നമസ്കാരം. തെരഞ്ഞെടുപ്പ് ഗോതയിൽ നിന്നുള്ള പ്രധാനപ്പെട്ട കാഴ്ചകളുമായി കൊടിയേറ്റം ആരംഭിക്കുകയാണ്. നോക്കാം പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഏതൊക്കെയാണെന്ന്. നാട്ടിൽ വികസനത്തിന്റെ പരവധാനി വിരിച്ച് ആരവങ്ങളും ആർപ്പുവിളികളും ആവേശത്തോടെ കേരളം കൽപ്പറ്റയിലെ ജനങ്ങൾക്ക് തന്നിൽ വിശ്വാസമുണ്ടെന്നും വമ്പിച്ച ഭൂരിപക്ഷത്തോടെ വിജയിക്കുമെന്നും UDF സ്ഥാനാർത്ഥി ടി സിദ്ദിഖ് പൊതുപരിപാടിയിൽ തന്നെ കൂകി വിളിച്ചത് LDFന് തിരിച്ചടിയാകും. സർക്കാർ ടൗൺഷിപ്പ് ഓരോ പൗരനും അവകാശപ്പെട്ടതാണെന്നും ടി സിദ്ദിഖ് പറഞ്ഞു. തെരഞ്ഞെടുപ്പ് പ്രചരണം വലിയ രീതിയിൽ തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നമ്മളുള്ളത് കൽപ്പറ്റ നിയോജക മണ്ഡലം UDF സ്ഥാനാർത്ഥിയെ മത്സരിക്കുന്ന ശ്രീ ടി സിദ്ദിഖിനോടൊപ്പമാണ്. നമുക്ക് അദ്ദേഹവുമായി സംസാരിക്കാം. നമസ്കാരം സിദ്ദിഖ്. നമസ്കാരം. പ്രചരണം രണ്ടാം ഘട്ടത്തിലേക്ക് കടന്നിരിക്കുകയാണ്. വലിയ രീതിയിലാണ് ഇപ്പോൾ പ്രചരണ പരിപാടികൾ നടന്നു പോകുന്നത്. ഇപ്പോൾ നമ്മളുടെ ഈ മണ്ഡലങ്ങളിലൂടെ ഒക്കെ ഏതാണ്ട് എനിക്ക് തോന്നുന്നു ഒരു പകുതിയോളം യാത്ര ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടാകും. എന്താണ് ഇപ്പോഴത്തെ ഒരു ഫീഡ്ബാക്ക്? ഒന്ന് ഒരു റൗണ്ട് ഞാൻ എല്ലാ പഞ്ചായത്തുകളും പോയി. പഞ്ചായത്ത് കൺവെൻഷൻ കഴിഞ്ഞു. അത് കഴിഞ്ഞ് ബൂത്ത് തല കൺവെൻഷനുകൾ പൂർത്തിയായി. ഇനി ഞങ്ങൾ സ്ക്വാഡ് വർക്കിലേക്ക് പോവാണ്. അപ്പോൾ ഒന്നാം ഘട്ടം കഴിഞ്ഞ് ഏറ്റവും പ്രധാനപ്പെട്ട സ്ക്വാഡ് വർക്കിൻ്റെ ഒരു ഘട്ടത്തിലേക്ക് UDF കടക്കുക. 5 വർഷം മുമ്പ് ഞാൻ ഒരു സ്ഥാനാർത്ഥിയായി കടന്നു വരുമ്പോൾ അന്ന് അപരിചിതത്വത്തിൻ്റെ അംശം ഉണ്ടായിരുന്നു. അപ്പോൾ അന്നത്തെ പ്രചരണം എന്നെ കാണാൻ കോഴിക്കോട് ചുരമിറങ്ങി പോകേണ്ടി വരും എന്നുള്ളതായിരുന്നു. അപ്പോൾ കോഴിക്കോടുള്ളവരും മറ്റുള്ളവരൊക്കെ പല സമയത്തും കാണാൻ ഇങ്ങോട്ട് വന്നു എന്നുള്ളതല്ലാതെ ഇവിടെയുള്ള ഒരാൾക്ക് പോലും അപ്രാപ്യനായിരുന്നില്ല. മുഴുവൻ സമയം, ഏറിയ പങ്ക് സമയം, ഇപ്പോൾ അസംബ്ലി സമയം, മറ്റുള്ള പ്രധാനപ്പെട്ട മീറ്റിങ്ങിൻ്റെ സമയം ഇത് ഒഴികെ ബാക്കി എല്ലാ സമയത്തും സമ്പൂർണ്ണമായും മണ്ഡലത്തിലുണ്ടായിരുന്നു, ജനങ്ങൾക്കൊപ്പം ഉണ്ടായിരുന്നു. തികഞ്ഞ ആത്മവിശ്വാസത്തോടു കൂടിയാണ് ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. ഒന്ന്, ഇവിടെ നടപ്പിലാക്കിയ 2000 കോടിയിലധികം രൂപ വരുന്നതായ വികസന പദ്ധതികളാണ്. ഒരു പ്രതിപക്ഷ MLA ആണ്. ഭരണകൂടത്തിൻ്റെ ഒരു ആനുകൂല്യവും സ്വാഭാവികമായി ഉദ്യോഗസ്ഥ തലത്തിലും മറ്റുള്ള രീതിയിലൊക്കെ ഇടപെട്ട് ബഡ്ജറ്റിൽ നിർബന്ധമായും കൊടുത്തിരിക്കേണ്ട ഒരു 5 കോടി രൂപ അങ്ങനെയൊക്കെ കിട്ടി എന്നുള്ള ഒരു മിനിമം സാധനത്തിൻ്റെ പുറമെ മറ്റുള്ള എല്ലാ സംവിധാനങ്ങളും ഉപയോഗപ്പെടുത്തിയാണ് പല പദ്ധതികളും കൊണ്ടുവരാൻ സാധിച്ചത്. ഏറെ അഭിമാനകരമാണ്. ഒന്ന്, കൽപ്പറ്റ ബൈപ്പാസ് 2021 ഞാൻ വരുമ്പോൾ തകർന്ന് തരിപ്പണമായി കിടക്കുക, വാഹന ഗതാഗതം പോലും സാധ്യമല്ലാത്ത രീതി. ഇന്ന് കൽപ്പറ്റ ബൈപ്പാസ് കിഫ്ബി പദ്ധതിയിൽ വളരെ മനോഹരമായി പുതിയ പദ്ധതിയാക്കി നേരത്തെ ഉണ്ടായിരുന്ന കരാറുകാരൻ്റെ കരാർ റദ്ദ് ചെയ്ത് അത് മുഴുവൻ ക്രമീകരിച്ച് കൊണ്ടുവരാൻ സാധിച്ചു. ഇന്ന് പൂർണ്ണമായി BC ലെയർ മാത്രമാണ് ബാക്കി. ഞാൻ അന്ന് പറഞ്ഞതാണ്, മേപ്പാടി ചൂരൽമല ജയിപ്പിച്ചു കഴിഞ്ഞാൽ മേപ്പാടി ചൂരൽമല റോഡ് പ്രവർത്തിക്കും. 2018 പദ്ധതിയായിരുന്നു. അത് കരാറുകാരനെ മാറ്റി പരിപാടി എഗ്രിമെൻ്റ് റദ്ദ് ചെയ്ത് പുതിയ DPR തയ്യാറാക്കി പുതിയ പദ്ധതിയാക്കി മനോഹരമായ റോഡാക്കി മേപ്പാടി ചൂരൽമല റോഡ് ഇന്ന് മാറി. എനിക്ക് നടപ്പിലാക്കാൻ പറ്റാതെ വന്ന ഒരു പദ്ധതി കൽപ്പറ്റ ഔട്ടർ റിംഗ് റോഡാണ്. ഔട്ടർ റിംഗ് റോഡ് 2 തവണ ഞാൻ ബഡ്ജറ്റിൽ സമർപ്പിച്ച പദ്ധതിയാണ്. ആ റോഡുകൂടെ വന്നു കഴിഞ്ഞാൽ മാനന്തവാടി ഭാഗത്തേക്ക് പോകുന്ന ആളുകൾക്ക് മുഴുവൻ അതുവഴി അങ്ങ് പോകാൻ പറ്റും. പടിഞ്ഞാറത്തറയ്ക്ക് പോകുന്ന ആളുകൾക്ക് ടൗണിലേക്ക് വരേണ്ട ആവശ്യകതയില്ല. അപ്പോൾ നല്ല മനോഹരമായിട്ടുള്ള ഒരു റോഡായി അത് മാറുമായിരുന്നു. പക്ഷെ നിർഭാഗ്യവശാൽ ഇടതുപക്ഷ ഗവൺമെൻറ് സഹകരണം ഞങ്ങൾക്ക് കിട്ടിയില്ല. ആ സഹകരണം 2026 മെയ് ആകുമ്പോൾ ആ സഹകരണം ഞങ്ങളെ കേൾക്കുന്ന ഒരു ഗവൺമെൻറ്, വയനാടിനെ കേൾക്കുന്ന ഒരു ഗവൺമെൻറ് ഉണ്ടാവും. 2 ബഡ്ജറ്റ് അവതരിപ്പിച്ചു അവസാനം ഇടതുപക്ഷ ഗവൺമെൻറ്. 2 ബഡ്ജറ്റിലും വളരെ മോശമായിരുന്നു സമീപനം. നിങ്ങൾ ആലോചിച്ച് നോക്കണം, കാരാപ്പുഴയും അതുപോലെ ബാണാസുരയും ആ 2 പദ്ധതി പൂർത്തീകരിക്കാനുള്ള പണം വെച്ചു എന്നുള്ളതല്ലാതെ മറ്റൊന്നുമില്ല. അതെങ്ങനെ വെച്ചത്? ഞാൻ വാട്ടർ റിസോഴ്സിൻ്റെ സബ്ജക്റ്റ് കമ്മിറ്റി മെമ്പറാണ്. അതേപോലെ തന്നെ ടൗൺഷിപ്പിന്റെ നിർമ്മാണം ഏകദേശം ഇനി 178 കഴിഞ്ഞു ബാക്കി. പക്ഷെ കോൺഗ്രസ് ഇതൊരു ഇലക്ഷൻ സ്റ്റണ്ടായിട്ടാണ് എടുത്തിട്ടുള്ളത് എന്നുള്ളൊരു പരാതി പൊതുവെ ഉണ്ട്. കാരണം അത് സ്ഥലത്തിന് അല്ലെങ്കിൽ അഗ്രിമെന്റ് പോലും കഴിഞ്ഞിട്ടില്ല എന്നുള്ള രീതിയിലൊക്കെയാണ് പ്രചരണം വരുന്നത്. അതിന്റെ ഒരു സത്യാവസ്ഥ അത് ഞാൻ പറയാം. ഞാൻ CMDRFിലേക്ക് പണം കൊടുത്തില്ല എന്ന് പറഞ്ഞ് പത്രസമ്മേളനം നടത്തിയ ആശാന്മാരാണ് ഈ വയനാട്ടിലെ കൽപ്പറ്റയിലുള്ള CPMന്റെയും ഇടതുപക്ഷത്തിന്റെ ആളുകൾ. അപ്പൊ അങ്ങനെ കള്ളം പറയുന്ന ആളുകൾക്കൊന്നും മറുപടി പറയേണ്ട കാര്യമില്ല. കോൺഗ്രസിന്റെ വീടിന്റെ 6 മാസം കൊണ്ട് തീർക്കുമെന്ന് പറഞ്ഞു. ഇപ്പോൾ ഇതിന്റെ തറക്കല്ലിട്ടിട്ട് 1 മാസമായി. 6 മാസം കൊണ്ട് ഈ വീടുകൾ കൊടുത്ത് തീർക്കാൻ കഴിയുമോ? അല്ലെങ്കിൽ ഇത് താങ്കളുടെ വോട്ടിനെ ഏതെങ്കിലും രീതിയിൽ ബാധിക്കും? ഏറ്റവും പ്രധാനപ്പെട്ട കൺസ്ട്രക്ഷൻ കമ്പനിയായിട്ടുള്ള നിർമ്മാൺ ഗ്രൂപ്പിനെ തന്നെയാണ് നമ്മൾ ഏൽപ്പിച്ചിരിക്കുന്നത്. വർക്ക് തുടങ്ങി. വർക്ക് ഇപ്പോൾ അതിൻ്റെ ലേ ഔട്ട് ഡിസൈനിങ് അതെല്ലാം ഫൈനൽ സ്റ്റേജിലെത്തി. അതിൻ്റെ
പിന്നെ കിണർ കുഴിക്കാനുള്ള സ്ഥലം ഐഡന്റിഫൈ ചെയ്ത് ബാക്കിയുള്ള പ്ലോട്ട് തിരിക്കാനുള്ള നടപടികളിലൊക്കെ ആരംഭിക്കുക. സമയബന്ധിതമായി തന്നെ തീർന്നു. ഒരു 6-7 മാസം കൊണ്ട് ആദ്യത്തെ ഫേസ് നമുക്ക് പൂർത്തിയാക്കാൻ പറ്റും. തീർച്ചയായും സർക്കാർ 400 ചില്ലാനം വീട് വിഭാവനം ചെയ്തിട്ട് 178 വീടാണ് സർക്കാർ ആദ്യം കൊടുത്തിരിക്കുന്നത്. ആ വീട്ടിലൊന്നും ഇതുവരെ താമസിച്ചിട്ടില്ല. ഞാൻ കുറ്റപ്പെടുത്തില്ല. ഓരോ സിസ്റ്റത്തിനും ഓരോ പാളിച്ചുണ്ട്. 1683 കോടി രൂപ കയ്യിലുള്ള സർക്കാർ ഉന്നത വിദ്യാഭ്യാസ മേഖലയിലെ ഒരു കുട്ടിയുടെ പഠനം പോലും നോക്കിയില്ല. മുഴുവൻ നോക്കിയത് ഞാൻ. എന്തായാലും ഈ തെരഞ്ഞെടുപ്പിൽ ടി സിദ്ദിഖ് വലിയ ഭൂരിപക്ഷത്തോടെ തന്നെ വിജയിക്കുമെന്നൊരു ആത്മവിശ്വാസമാണല്ലോ. നല്ല ആത്മവിശ്വാസമുണ്ട്. കൽപ്പറ്റയിലെ ജനങ്ങൾ എൻ്റെ കൂടെ നിൽക്കും, ജയിപ്പിക്കും എന്ന് പൂർണ്ണമായിട്ടുള്ള ആത്മവിശ്വാസമുണ്ട്. കൽപ്പറ്റ നിയോജകമണ്ഡലത്തിൽ വൻ ഭൂരിപക്ഷത്തിൽ UDF ജയിക്കും. തീർച്ചയായും വൻ ഭൂരിപക്ഷത്തോടെ തന്നെ ടി സിദ്ദിഖ് വിജയിക്കുമെന്നുള്ള ഒരു വിശ്വാസമാണ് അദ്ദേഹം പ്രകടിപ്പിച്ചിട്ടുള്ളത്. എന്തായാലും അദ്ദേഹത്തിന് എല്ലാവിധ വിജയ ആശംസകളും നൽകുന്നു. കൽപ്പറ്റയിൽ നിന്നും ന്യൂസ് 18 വേണ്ടി ജയരാജ് ബത്തേരി. സഭാ ബിഷപ്പുമാരോട് കളിച്ചാൽ എന്തുണ്ടാകുമെന്ന് തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ ജോസ് കെ മാണിക്ക് മനസ്സിലാകുമെന്ന് കടുത്തുരുത്തിയിലെ UDF സ്ഥാനാർത്ഥി മോൻസ് ജോസഫ്. സഭകൾ സൈലന്റ് ആണോ ഇല്ലയോ എന്നത് തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ വ്യക്തമാകും. അധ്യാപക നിയമന വിഷയത്തിൽ അടക്കം ഒരു നടപടിയും എടുക്കാത്ത ജോസ് കെ മാണി പൊതുമാപ്പ് പറയാൻ തയ്യാറാകണമെന്നും മോൻസ് ന്യൂസ് 18 പറഞ്ഞു. അതേസമയം മോൻസിന് മറുപടിയുമായി കടുത്തുരുത്തിയിലെ ഇടതുമുന്നണി സ്ഥാനാർത്ഥി നിർമ്മല ജിമ്മി രംഗത്തെത്തി. അധ്യാപന നിയമനത്തിലെ പ്രതിസന്ധികൾ പരിഹരിച്ചത് പിണറായി വിജയൻ സർക്കാരാണെന്ന് നിർമ്മല പറഞ്ഞു. വോട്ടിൽ അത് പ്രതിഫലിക്കും. എല്ലാ സമുദായങ്ങളെയും ചേർത്ത് നിർത്തുകയാണ് സർക്കാർ ചെയ്തത് എന്നും നിർമ്മല പറയുന്നു. കടുത്തുരുത്തി മണ്ഡലത്തിൽ ന്യൂസ് 18 നടത്തിയ യാത്ര കാണാം. കേരളത്തിന്റെ രാഷ്ട്രീയ ഭൂമികയിൽ കേരള കോൺഗ്രസുകളുടെ നേരിട്ടുള്ള പോരിന് പതിറ്റാണ്ടുകളുടെ ചരിത്രമുണ്ട്. ഇത്തവണയും അങ്ങനെ ഒരു പോര് കേരളത്തിൽ നടക്കുന്നുണ്ട്. ഒരുപക്ഷെ ഏറ്റവും ശക്തമായ പോര് കോട്ടയം ജില്ലയിലെ കടുത്തുരുത്തി നിയോജക മണ്ഡലത്തിൽ. കഴിഞ്ഞ തവണ 42,000-ൽ നിന്ന് 4,000-ലേക്ക് മോൻസ് ജോസഫിന്റെ ഭൂരിപക്ഷം എത്തിയ മണ്ഡലം. ഇത്തവണ കടുത്തുരുത്തിയിൽ എന്താണ് സംഭവിക്കുക? കാണക്കാരി പഞ്ചായത്തിലൂടെയാണ് മോൻസ് ജോസഫിന്റെ പര്യടനം തുടരുന്നത്. നമുക്ക് ചോദിക്കാം, ഇത്തവണ കടുത്തുരുത്തിയിൽ എന്ത് സംഭവിക്കുന്നു? കഴിഞ്ഞ തവണ 42,000-ൽ നിന്ന് 4,000-ലേക്ക് ഒരു ഇടിവ് ഭൂരിപക്ഷത്തിലൊക്കെ സംഭവിച്ചു. ഏതെങ്കിലും തരത്തിലുള്ള ഒരു ആശങ്കയോ എന്താണ് ഇത്തവണത്തെ ഒരു കോൺഫിഡൻസ്? ഒരു ഇടിവും കഴിഞ്ഞുണ്ടായില്ല. എല്ലാ പ്രാവശ്യവും ഭൂരിപക്ഷം വ്യത്യസ്തമാണ്. ഞാൻ 2000 വോട്ട് ജയിച്ച ഇലക്ഷനുണ്ട്. ഇവിടെ 44,000-ൽ ജയിച്ചുകൊണ്ട് സ്റ്റീഫൻ ജോർജുമായിട്ട് മത്സരിച്ചപ്പോഴെല്ലാം 23,000-ലും 21,000-ലും ജയിച്ചുകൊണ്ട് പല സമയത്തും പല വോട്ടിംഗ് ഓരോ സാഹചര്യങ്ങളാണല്ലോ. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഓരോ വോട്ടറെങ്കിലും ജയിക്കുക എന്നുള്ളതായിരുന്നു. ഉരിഞ്ഞ പോരാട്ടമായിരുന്നു. ഇന്ന് ഉരുക്ക് കോട്ടയായിട്ട് നിൽക്കുക. UDFന്റെ ഉരുക്ക് കോട്ടയായി കടുത്തുരുത്തി നിയോജകം നിൽക്കുകയാണ്. അപ്പോൾ കഴിഞ്ഞ 4,500 ഇപ്രാവശ്യം നല്ല നിലയിൽ ഭൂരിപക്ഷം വർദ്ധിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഇപ്പുറത്ത് സഭകൾ പറഞ്ഞ എല്ലാ ആവശ്യവും നടത്തി കൊടുത്തു എന്നാണ് ഇന്നലെ ജോസ് കെ മാണി നമുക്ക് നൽകിയ അത്ഭുതം. ഒന്നും നടന്നില്ല. ഞാനല്ല നിയമസഭ സഭ പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഭിന്നശേഷി അധ്യാപക നിയമനം 4 വർഷം വെച്ച് താമസിപ്പിച്ചതിനും ഈ തെരഞ്ഞെടുപ്പിൽ പൊതുമാപ്പ് പറയട്ടെ. ആ അധ്യാപകർക്ക് ഇപ്പോഴും ശമ്പളം കിട്ടിയില്ലോ. ഞാനല്ല നിയമസഭ യുദ്ധം ചെയ്തു മുഴുവൻ ബിഷപ്പുമാർ മുഴുവൻ പ്രതിഷേധിച്ചു. അപ്പോൾ ബിഷപ്പ് സൈലന്റ് ആണ് എന്നുള്ളതാണ് സൈലന്റും ഇല്ല. അവർ സൈലന്റ് ആണോ ഇല്ലെന്ന് ഇലക്ഷൻ സൈലന്റ് ആണോ ഇല്ലയോ എന്നുള്ളത് ഇലക്ഷൻ കഴിയുമ്പോൾ മനസ്സിലാവും. UDF അധികാരത്തിൽ വരുമ്പോൾ മനസ്സിലാവും. ബിഷപ്പുമാരോട് കളിച്ചാൽ അവരെ ആവശ്യമില്ലാതെ അവർ പറഞ്ഞ കേൾക്കാതിരുന്നാൽ പ്രതികാരം ഉണ്ടാവും. അവരോട് വിശ്വാസികളോട്ടി. ഇത്തവണ ജോസഫ് ഗ്രൂപ്പിന്റെ ഒരു അവസ്ഥ എന്താവും? 8 സീറ്റുകളിൽ മത്സരിക്കുന്നു. എത്ര സീറ്റുകൾ പ്രതീക്ഷിക്കുന്നു? കഴിഞ്ഞ തവണത്തേക്കാൾ മെച്ചപ്പെട്ട ഒരു MLA-മാരുടെ എണ്ണം ഉണ്ടാവും. ഒരു സംശയമില്ല. സംസ്ഥാനത്ത് UDF-ലെ നേതാക്കൾക്കിടയിലെ ചെറിയ മുഖ്യമന്ത്രി തർക്കമൊക്കെ വലിയ വാർത്തകൾ ഈ സമയത്തും ഇടം പിടിക്കുന്നുണ്ട്. അത് ക്ഷീണം ചെയ്യുമോ? ഇല്ല, ഒരു ക്ഷീണം ഉണ്ടായില്ല. ടീം UDF ആണ്. UDF ഒറ്റക്കെട്ടാണ്. മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് സ്വാഭാവികമായിട്ടും ഹൈക്കമാൻഡും UDF നേതൃത്വവും എല്ലാം കൂട്ടായി ആലോചിച്ച് തെരഞ്ഞെടുപ്പിന് ശേഷം ഒരാളെ തീരുമാനിക്കും. അത് നേരത്തെ തന്നെ UDF നേതൃത്വം ധാരണയിലെത്തിയിട്ടുണ്ട്. ഈ മാണി ഗ്രൂപ്പിന്റെ കരുത്താണ് കടുത്തുരുത്തിയിൽ അവർ പ്രതീക്ഷിക്കുന്ന ഒരു കാര്യം. പണ്ടായിരുന്നു. ഇപ്പൊ 5 ടൈം ഞാൻ MLA ആയത് ജോസഫ് ഗ്രൂപ്പിന്റെ കരുത്ത് മാത്രമല്ല, ജനങ്ങളുടെ കരുത്താണ്. ജനങ്ങളുടെ കരുത്തിൽ കഴിഞ്ഞ ഒരു 1/4 നൂറ്റാണ്ടായി കടുത്തുരുത്തി നിയോജക മണ്ഡലത്തിൽ പരാജയപ്പെട്ടുകൊണ്ടിരിക്കുന്ന പാർട്ടിയാണ് ജോസ് കെ മാണിയുടെ പാർട്ടി. എന്നിട്ട് ഇപ്പോഴും അവർ യാതൊരു നാണവും ഇല്ലാതെ അവരുടെ കോട്ടയെന്ന് പറഞ്ഞാൽ എവിടെ കോട്ട? ഒരു കോട്ടയല്ല. കോട്ടയൊക്കെ പഴയ സ്വപ്നങ്ങളാണ്.
ഇപ്പൊ ജനങ്ങളുടെ കോട്ടയാണ്, ഐക്യ ജനാധിപത്യ മുന്നണിയുടെ ഉരുക്കു കോട്ടയാണ്. അവിടെ ഞങ്ങൾ ചെയ്യും. ഏതായാലും അതാണ് മോൻ ജോസഫിന്റെ ആത്മവിശ്വാസം. ഉരുക്കുകോട്ട, അത് UDFന്റെ ഉരുക്കുകോട്ടയാണ് കടുത്തുരുത്തി എന്നാണ് മോൻ ജോസഫ് പറയുന്നത്. ഇനിയും ഇക്കാര്യത്തിൽ എന്താണ് നിർമ്മല ജിമ്മിയുടെ പ്രതികരണം എന്നറിയാം. നിർമ്മല ജിമ്മി കിടങ്ങൂർ പഞ്ചായത്തിലൂടെയാണ് തന്റെ പര്യടനം തുടരുന്നത്. മോൻ ജോസഫ് പല കാര്യങ്ങളും പറഞ്ഞു. നമുക്ക് നിർമ്മലയോട് കൂടി ചോദിക്കാം, എന്താണ് ഈ പുറത്തു നിന്നൊരു സ്ഥാനാർത്ഥിയാണ് നിർമ്മല ജിമ്മി എന്നാണ് മോൻ ജോസഫ് പറയുന്നത്. എന്താണ് അതിന് മറുപടി? ഞാൻ ജനിച്ചതും വളർന്നതും കടുത്തുരുത്തി നിയോജക മണ്ഡലത്തിലെ കടുത്തുരുത്തിയിൽ തന്നെയാണ്. എൻ്റെ അമ്മ വീടും അതുപോലെ വല്യമ്മ വീടും എൻ്റെ മോൻ കല്യാണം കഴിച്ചിരിക്കുന്നത് കടുത്തുരുത്തിയിൽ നിന്നാണ്. അപ്പം അങ്ങനെ എല്ലാ തരത്തിലും കടുത്തുരുത്തിയുമായിട്ട് എനിക്ക് അഭേദ്യമായ ബന്ധമുള്ള ഒരു പ്രദേശം തന്നെയാണ്. അതോടൊപ്പം തന്നെ ഞാൻ കഴിഞ്ഞ 5 വർഷം കടുത്തുരുത്തി നിയോജക മണ്ഡലത്തിലെ കുറവലങ്ങാട് ഡിവിഷനിൽ നിന്നും വിജയിച്ച് 2 വർഷം പ്രസിഡന്റായും അതുപോലെ 5 വർഷം മെമ്പറായും ഇരുന്നുകൊണ്ട് ഒട്ടേറെ വികസന പ്രവർത്തനങ്ങൾ കടുത്തുരുത്തി നിയോജക മണ്ഡലത്തിൻ്റെ വിവിധ പ്രദേശങ്ങളിൽ ചെയ്യുവാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട്. കടുത്തുരുത്തിയിൽ ഞാൻ അന്യാണ് എന്ന് ആർക്കും പറയാൻ സാധിക്കും എന്ന് ഞാൻ കരുതുന്നില്ല. ഈ ഒരു കാര്യം, മാണി ഗ്രൂപ്പിന്റെ ശക്തി കേന്ദ്രമാണ് കടുത്തുരുത്തി എന്ന് പൊതുവെ പറയപ്പെടാറുണ്ട്. പക്ഷേ അങ്ങനെയല്ല, UDFന്റെ കേന്ദ്രമാണ് എന്നാണ് അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നത്. ഞാൻ കടുത്തുരുത്തി നിയോജക മണ്ഡലത്തിൽ ഓരോ പ്രദേശത്തേക്കും കടന്നു ചെന്നപ്പോൾ കേരള കോൺഗ്രസ് എമ്മിന്റെ പ്രവർത്തകരും അതുപോലെ CPM CPI അടക്കമുള്ള LDFന്റെ പ്രവർത്തകരും വളരെ ആവേശത്തോടു കൂടിയാണ് എന്നെ സ്വീകരിച്ചത്. യാതൊരു സംശയവും വേണ്ട, കേരളത്തിലെ തന്നെ ഏറ്റവും കൂടുതൽ കേരള കോൺഗ്രസ് വികാരമുള്ള ഒരു മണ്ഡലം തന്നെയാണ് കടുത്തുരുത്തി നിയോജക മണ്ഡലം. പാലായിലും കടുത്തുരുത്തിയിലും മാണി ഗ്രൂപ്പിന്റെ ശക്തി ഈ പ്രാവശ്യം കാണിച്ചു കൊടുക്കാൻ പാലായിൽ ശ്രീ ജോസ് കെ മാണിക്കും കടുത്തുരുത്തിയിൽ എനിക്കും സാധിക്കുമെന്ന ഉത്തമ വിശ്വാസത്തിലാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത്. സഭകൾ പറഞ്ഞ ഒരു കാര്യവും ചെയ്തു കൊടുക്കാത്ത ഒരു സർക്കാരാണ് ഇടത് സർക്കാർ എന്നും മോൻ ജോസഫ് ചൂണ്ടിക്കാണിക്കുന്നു. ഈ അധ്യാപന നിയമനം, ഭിന്നശേഷി അധ്യാപന നിയമനം ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ അത് പറയുമ്പോൾ എനിക്ക് വളരെ വ്യക്തമായിട്ട് പറയുവാൻ സാധിക്കും. ഭിന്നശേഷി വിഷയവുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരുന്ന പ്രതിസന്ധികളൊക്കെ പരിഹരിച്ച് ഇന്ന് അത് ആ നിയമനം മുഴുവൻ പാസാക്കി കൊടുത്ത് അതിൻ്റെ മുഴുവൻ കടമ്പകളും കടന്ന് ഏതാണ്ട് ഒരു 20,000-22,000 വരുന്ന ഉദ്യോഗാർത്ഥികൾക്ക് അവരുടെ നിയമനം അംഗീകരിക്കപ്പെട്ട് അവർക്ക് അത് കൃത്യമായിട്ട് ചെയ്തു കൊടുത്ത ഒരു ഗവൺമെന്റാണ് എന്നെനിക്ക് പറയുവാൻ സാധിക്കും. വോട്ടിൽ അത് പ്രതിഫലിക്കും, തീർച്ചയായിട്ടും പ്രതിഫലിക്കും. ഈ സഭകൾ പക്ഷേ ബിഷപ്പുമാരുടെ സഭയുടെയൊക്കെ ശക്തി എന്തെന്ന് കേരള കോൺഗ്രസ് എം കാണാനിരിക്കുന്നേ ഉള്ളൂ എന്നാണ് മോൻസ് പറയുന്നത്. അത് മോൻസ് പറയുന്നത് പോലെ അല്ലല്ലോ. സഭയെ സംബന്ധിച്ചിടത്തോളം ഓരോ സഭ അതുപോലെ ഓരോ സമുദായം നോക്കുമ്പോഴും എല്ലാ സഭകളെയും സമൂഹങ്ങളെയും അതുപോലെ സമുദായങ്ങളെയും ഒക്കെ ചേർത്ത് നിർത്തിക്കൊണ്ടുപോകുന്ന ഒരു ഗവൺമെന്റാണ് LDF ഗവൺമെന്റ്. എന്തായാലും ഒരു 10,000-നപ്പുറം ഭൂരിപക്ഷം നിർമ്മല പ്രതീക്ഷിക്കുകയാണ്. ഒരു സംശയവും വേണ്ട. 10,000-ന് മുകളിലേക്ക്, അത് എത്ര എന്ന് എനിക്ക് പറയുവാൻ സാധിക്കുന്നില്ല. വളരെ വൻപിച്ച ഭൂരിപക്ഷത്തോടുകൂടി കടുത്തുരുത്തിയിൽ മത്സരിക്കും. കടുത്തുരുത്തിയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു വനിതാ സ്ഥാനാർത്ഥി വരുന്നത്. എന്തായാലും മോൻസ് ജോസഫ് പറയുന്ന ഭൂരിപക്ഷം 10,000 വോട്ടാണ്. നിർമ്മല പറയുന്നതും 10,000-ന് മുകളിലുള്ള വോട്ടാണ്. ആരുടെ അവകാശവാദമാണ് വസ്തുതയാകാൻ പോകുന്നതെന്ന് മെയ് 4 വരെ കാത്തിരിക്കേണ്ടി വരും. കടുത്തുരുത്തിയിൽ നിന്നും പ്രശാന്ത് മംഗലശ്ശേരിക്കൊപ്പം G. ശ്രീജിത്ത്, News 18. മൂവാറ്റുപുഴ മണ്ഡലത്തിൽ മാറിവന്ന LDF UDF പ്രതിനിധികളുടെ വികസന മുരടിപ്പാണ് NDA പ്രധാനപ്പെട്ട പ്രചാരണ ആയുധമാക്കുന്നത്. മണ്ഡലത്തിലെ ഭരണ പ്രതിപക്ഷ വിരുദ്ധ വികാരം അത് വോട്ടായി മാറുമെന്ന പ്രതീക്ഷയിലാണ് NDA സ്ഥാനാർത്ഥി സണ്ണി തോമസ് കടുത്താഴെ. 2001 മുതൽ മൂവാറ്റുപുഴ മണ്ഡലം LDFും UDFും മാറി മാറി നിയമസഭയിലെത്തുന്ന ഒരു പ്രതീതിയായിരുന്നു. അതേസമയം തന്നെ ഇത്തവണ മണ്ഡലത്തിൽ ശക്തമായ ത്രികോണ മത്സരമാണ് നടക്കുന്നത്. NDAക്ക് സണ്ണി തോമസ് കടുത്താഴെ NDAയുടെ സ്ഥാനാർത്ഥിയായി എത്തുകയാണ്. വലിയ പ്രതീക്ഷയും അതുപോലെ തന്നെ ഇത്തവണ നിയമസഭയിൽ എത്താനുള്ള എല്ലാ പോരാട്ടങ്ങളും മുൻപ് ഇവിടെ ഉണ്ടായിരുന്ന 2 മുന്നണികളും നടത്തിയിട്ടുള്ള വികസന പദ്ധതികൾ ഒക്കെ മുൻനിർത്തി തന്നെയാണ്, അതിൻ്റെ വികസന മുരടിപ്പ് മുൻനിർത്തി തന്നെയാണ് NDA പ്രചരണത്തിന് ഇറങ്ങിയിരിക്കുന്നത്. എവിടെ വരെയായി പ്രചാരണ പ്രവർത്തനങ്ങൾ? പ്രചാരണങ്ങൾ വളരെ നല്ല രീതിയിൽ പോകുന്നു. മറ്റ് 2 സ്ഥാനാർത്ഥികളെ അപേക്ഷിച്ച് അല്പം വൈകിയാണ് ഞങ്ങൾ തുടങ്ങിയത്. പക്ഷേ
ഗ്രാസ് റൂട്ട് ലെവലിലുള്ള പ്രവർത്തനങ്ങൾ വളരെയധികം മുന്നേറി. ഈ വികസനത്തിൻ്റെ കാര്യത്തിലുള്ള ഒരു മുരടിപ്പിൻ്റെ പേരിൽ ഈ നാട്ടിലെ ജനങ്ങൾക്കുള്ള വലിയ പ്രതിഷേധം തീർച്ചയായിട്ടും ഈ തെരഞ്ഞെടുപ്പിൽ പ്രചരിക്കും. മണ്ഡലത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഞങ്ങൾ യാത്ര ചെയ്യുമ്പോൾ 2020-യുടെയും BJP-യുടെയൊക്കെ നേതാക്കളുടെ ഒപ്പം പര്യടനങ്ങൾ നടത്തുമ്പോൾ യാത്ര ചെയ്യുമ്പോൾ ജനങ്ങളുടെ വലിയ ആവേശകരമായ സ്വീകരണവും അവരുടെ വലിയ സപ്പോർട്ടുമാണ് ലഭിക്കുന്നത്. കാരണം കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായിട്ട് ആളുകൾ കൂടെയുണ്ട്. കാരണം കഴിഞ്ഞ 10-20 വർഷങ്ങളായിട്ട് ഈ മണ്ഡലത്തിൽ അനുഭവപ്പെടുന്ന വികസന മുരടിപ്പ് അതാണ് കൂടുതലായിട്ട് ജനങ്ങൾ അഡ്രസ്സ് ചെയ്യുന്നത്. പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പ് കാലത്ത് മൂവാറ്റുപുഴയിൽ ഉയർന്നു വരുന്ന 3-4 ബൈപ്പാസുകളുണ്ട്. മുരടിപ്പുണ്ടായതിൻ്റെ ഒരു സാഹചര്യം അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്നത് പറഞ്ഞാൽ ഭരണ തുടർച്ചയാണ്. അതായത് ഇപ്പം LDF ഭരിക്കുന്നത് കൊണ്ട് അത് ചിറ്റമ്മ നയം കാണിക്കുന്നു മണ്ഡലത്തിനോട് എന്നുള്ളതാണ്. അങ്ങനെ ഒരു ഇതിനോട് യോജിപ്പുണ്ടോ? മാറി മാറി വന്ന ജനപ്രതിനിധികൾ മൂവാറ്റുപുഴയ്ക്ക് എന്ത് ചെയ്തിട്ടുണ്ട് എന്ന് ഞാൻ പറയേണ്ട ആവശ്യമില്ല. അത് ഈ നാട്ടിലുള്ള ആളുകൾക്കറിയാം. അങ്ങനെയുള്ള വലിയ വികസന പദ്ധതികൾ എന്താണ് ഇവിടെ നടന്നിട്ടുള്ളതെന്ന് കണ്ണു തുറന്നു നോക്കിയാൽ ഒന്നും തന്നെ കാണാൻ വേണ്ടി സാധിക്കുന്നില്ല. ഇവിടെ അടിസ്ഥാനപരമായ പ്രശ്നമെന്ന് പറയുന്നത് ഇടതുമുന്നണിയും വലതുമുന്നണിയും ഈ ചക്കളത്തി പോര് തുടരുകയാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റം പറഞ്ഞുകൊണ്ട് ചിറ്റമ്മ നയമെന്നും അല്ലാത്ത നയമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ കുറ്റം പറഞ്ഞുകൊണ്ട് ഈ വികസനത്തെ തടയുന്ന ഒരു സമീപനമാണ്. ഞാൻ പറഞ്ഞത് കുറ്റം പറയാനുള്ള സമയമോ ആക്ഷേപം ഉന്നയിക്കാനുള്ള സമയമോ അല്ല. കർഷകരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടണം. പൈനാപ്പിളുമായിട്ട് ബന്ധപ്പെട്ട നിരവധി പദ്ധതികളുണ്ടാകണം. ഇവിടെ 2-3 ബൈപ്പാസുകൾ നിർബന്ധമായിട്ടുണ്ടായെങ്കിൽ മാത്രമേ മൂവാറ്റുപുഴയുടെ ഈ ഒരു ഗതാഗത കുരുക്കിന് പരിഹാരമുണ്ടാവുകയുള്ളൂ. ഇങ്ങനെ നിരവധിയായ അതുപോലെ റെയിൽപാത, നമ്മുടെ ശബരി റെയിൽപാളം യാഥാർത്ഥ്യമാകണം. ഇതിനൊക്കെ വളരെ ആത്മാർത്ഥമായ ശ്രമം ഉണ്ടാകണം. അത് NDAയുടെ ഒരു കാൻഡിഡേറ്റ് വിജയിക്കുകയാണെങ്കിൽ ഇവിടേക്ക് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഫണ്ട് എത്തും, ഫണ്ട് ഒഴുകും. ഈ വികസന പ്രവർത്തനം പ്രത്യേകിച്ച് മൂവാറ്റുപുഴയിൽ നമുക്കറിയാം ഒരു റബ്ബർ മാർക്കറ്റിംഗ് സൊസൈറ്റി ഉണ്ടായിരുന്നു. ഏകദേശം 8 കോടി രൂപ വില വരുന്ന സ്ഥാവര ജംഗമ വസ്തുക്കൾ അതിനുണ്ട്. അതിപ്പോൾ ഒരു 3 കോടി രൂപയ്ക്ക് അത് വിറ്റൊഴിയാനുള്ള ശ്രമമൊക്കെ നടക്കുന്നുണ്ട്. ഏകദേശം 2000-ഓളം ആളുകൾ തൊഴിൽ രഹിതരായി. തീർച്ചയായിട്ടും NDA ഇവിടെ വിജയിച്ചാൽ ആ ഫാക്ടറിയൊക്കെ കേന്ദ്ര സഹായത്തോടെ പുനരുജ്ജീവിപ്പിക്കുവാനും ഞാൻ പറഞ്ഞതുപോലെ നിലവിളിക്കുന്ന ആളുകളുടെ നിലവിളിക്ക് ചെവി കൊടുക്കുവാനും ഉത്തരം കൊടുക്കുവാനും ഞങ്ങൾ ഒറ്റക്കെട്ടായിട്ട് മുന്നോട്ട് പോകും. മൂവാറ്റുപുഴയുടെ സമഗ്രമായ വികസനം തന്നെയാണ് NDA ലക്ഷ്യമിടുന്നത്. അതിന് നിരവധി പദ്ധതികളും NDA സ്ഥാനാർത്ഥിയുടെ മുന്നിലുണ്ട്. ക്യാമറാമാൻ NR മനോജിനൊപ്പം ആജ്ഞ രവീന്ദ്രൻ, ന്യൂസ് 18 കൊച്ചി. കാസർഗോഡ് മണ്ഡലത്തിൽ ഇത്തവണ മത്സരം BJP-യും LDF-ഉം തമ്മിലാണെന്നാണ് ഇടതുമുന്നണി സ്വതന്ത്ര സ്ഥാനാർത്ഥി ഷാനവാസ് പാദൂർ പറയുന്നത്. പരാജയ ഭീതിയിൽ തനിക്കെതിരെ അപര സ്ഥാനാർത്ഥിയെ നിർത്തിയത് UDF ആണെന്നും ഷാനവാസ് ആരോപിച്ചു. ആദ്യഘട്ടത്തിൽ മഞ്ചേശ്വരം മണ്ഡലത്തിൽ LDF സ്ഥാനാർത്ഥിയെ ഷാനവാസ് പാദൂരിനെ പരിഗണിച്ചിരുന്നു. സംസ്ഥാന രാഷ്ട്രീയത്തിൽ തന്നെ ശ്രദ്ധാകേന്ദ്രമായി മാറുകയാണ് കാസർഗോഡ് മണ്ഡലം. പ്രധാനമായും LDF സ്വതന്ത്രനായ ഷാനവാസ് പാദൂറിന്റെ വരവോടുകൂടിയാണ് ശക്തമായ ത്രികോണ മത്സരത്തിൽ ഇപ്പോൾ കാസർഗോഡ് മണ്ഡലം കളമൊരുങ്ങിയിരിക്കുന്നത്. എല്ലാ സമയത്തും മുസ്ലിം ലീഗിന്റെ കുത്തക മണ്ഡലമായ കാസർഗോഡ് ഇത്തവണ INL-ൽ LDF സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി ഷാനവാസ് പാദൂർ മത്സരിക്കുമ്പോൾ പോരാട്ടം തീവാറുമെന്ന് തന്നെ പറയേണ്ടി വരും. ഷാനവാസ് പാദൂർ തന്നെ നമ്മോടൊപ്പം ചേരുകയാണ്. ഇപ്പോൾ കാസർഗോഡ് പ്രധാനമായും 3-ാം സ്ഥാനത്താണ് LDF. പക്ഷേ ഇത്തവണ ഒരു പാദൂർ LDF സ്വതന്ത്രനായി എത്തുമ്പോൾ ഒരു ത്രികോണ മത്സരത്തിന്റെ ഒരു സാഹചര്യം ഒരുക്കുന്നു. എങ്ങനെയാണ് ഇപ്പോൾ പ്രചരണം മുന്നോട്ട് പോകുന്നത്? ആളുകളിൽ നിന്നുള്ള ഒരു റെസ്പോൺസ് എന്താണ്? വളരെ നല്ല റെസ്പോൺസാണ് ഈ കഴിഞ്ഞ 3 ദിവസമായി കിട്ടിക്കൊണ്ടിരിക്കുന്നത്. നമ്മളെ പ്രിയപ്പെട്ട UDF-ന്റെ സ്ഥാനാർത്ഥി ഏതാണ്ട് 1.5 മാസം മുമ്പാണ് അദ്ദേഹത്തിന്റെ ഒരു സ്റ്റേറ്റ്മെന്റ് വന്നത്. കാസർഗോഡും മഞ്ചേശ്വരത്തും CPM-ന്റെ വോട്ട് കിട്ടിയിട്ടാണ് ലീഗ് ജയിക്കുന്നത് എന്നായിരുന്നു അദ്ദേഹത്തിന്റെ സ്റ്റേറ്റ്മെന്റ് അന്ന്. അവരെ വേവലാതി ഷാനവാസിനെ കൊണ്ടുവന്ന് പാർട്ടിയുടെ മത്സരിപ്പിക്കുമ്പോൾ കാലാകാലങ്ങളായി കിട്ടിക്കൊണ്ടിരുന്നു എന്ന് അവർ അവകാശപ്പെടുന്നു. ആ വോട്ട് ഇത്തവണ കിട്ടാൻ പോകുന്നില്ല. CPM-ന്റെ വോട്ട് ഇല്ലെങ്കിൽ ഇടതുപക്ഷത്തിന്റെ വോട്ട് കൃത്യമായി ഷാനവാസ് പാദൂറിന് വന്നു കഴിഞ്ഞാൽ ഇവിടെ കാര്യങ്ങൾ തീരുമാനിക്കുന്ന നിഷ്പക്ഷരായിട്ടുള്ള വോട്ടർമാരുണ്ട്. പ്രത്യേകിച്ച് ഇപ്പോഴത്തെ ഒരു വാക്കുണ്ടല്ലോ ജെൻസി, അവർക്ക് അങ്ങനെ പ്രത്യേകിച്ചിട്ട് അങ്ങനെ വലിയ പൊളിറ്റിക്സ് ഒന്നുമില്ല. ഈ 3-ാം സ്ഥാനത്തുള്ള സ്ഥാനാർത്ഥിക്ക് എന്തുകൊണ്ടൊരു അപരൻ വന്നു? അതിന്റെ മറുപടി ഞാനല്ല പറയേണ്ടത്, നിർത്തിച്ച ആൾക്കാരാണ് പറയേണ്ടത്. ഇനി ഏതായാലും അവർ പറയാൻ സാധ്യതയില്ലാത്തത് കൊണ്ട് ഞാൻ പറയാം. അപ്പോൾ സാധാരണ ഇപ്പോൾ നമ്മുടെ തൊട്ടടുത്തുള്ള മണ്ഡലമാണ് മഞ്ചേശ്വരം. അവിടെ കഴിഞ്ഞ 3 അസംബ്ലി തെരഞ്ഞെടുപ്പിലും BJP-ക്കെതിരെ ഒരു അപരൻ്റെ വലിയ ചർച്ചയും കോലാഹലങ്ങളും നമ്മൾ കണ്ടതാണ്. അവിടെ LDF-നെതിരെ ഒരു അപരനെ നമ്മൾ കണ്ടിരുന്നോ? ഇല്ല. അപ്പോൾ സാധാരണഗതിയിൽ തൊട്ടടുത്തുള്ള
സ്ഥാനാർത്ഥി ആരാണോ ആൾക്കെതിരെയാണ് ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അപരനെ നിർത്താറ്. LDF സ്ഥാനാർത്ഥിനെ ഭയപ്പെടുന്നുണ്ട്. അല്ലല്ല, ഭയപ്പെടുന്നുണ്ടെന്നല്ല, UDF ഇപ്പം അംഗീകരിക്കുകയാണ്. അവർക്ക് തൊട്ടടുത്ത് LDF സ്ഥാനാർത്ഥി എത്തി നിൽക്കുന്നുണ്ട്. അത് UDF ഇപ്പോൾ 1-ാം സ്ഥാനത്താണോ ഉള്ളത് 2-ാം സ്ഥാനത്താണോ ഉള്ളത് എന്ന് UDF തീരുമാനിച്ചോട്ടെ. ആദ്യം അവർ പറഞ്ഞു BJPയുമായി ഡീൽ. ഇപ്പോൾ BJPയുമായി ഡീൽ എന്ന് പറയുമ്പോൾ ഷാനവാസ് വന്ന് ന്യൂനപക്ഷത്തിൻ്റെ വോട്ടിൽ പിന്നെ ഇത് ഡിവൈഡ് ചെയ്തിട്ട് അത് BJPക്ക് ചാൻസ് ആയി കൊടുക്കും. അങ്ങനെയാണ് ബിജു ഒട്ടൻ ആദ്യം ചോദിച്ചത്. അപ്പോൾ ഇപ്പോൾ വീണ്ടും ഒരു ഷാനവാസ് വന്നിട്ടുണ്ട്. അപ്പോൾ ഒരു ഷാനവാസ് വന്നിട്ട് ന്യൂനപക്ഷത്തിൻ്റെ 1000 വോട്ട് പിടിക്കുകയാണെങ്കിൽ രണ്ടാമത്തെ ഷാനവാസ് വന്ന് വീണ്ടും ന്യൂനപക്ഷത്തിന് ഒരു 1000 വോട്ടും കൂടി പിടിക്കുകയാണ്. ഇത് ഫലത്തിൽ ആർക്കാണ് ഗുണം ചെയ്യുന്നത്? നിങ്ങൾ പറഞ്ഞതുപോലെ BJPക്കാണ്. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ അപര സ്ഥാനാർത്ഥിനെ ആര് കൊണ്ടുവന്നു, അതും കൂടി നമ്മൾ അറിയണമല്ലോ. ആർക്ക് വേണം മത്സരിക്കുക? ബിജുവോട്ട് മത്സരിച്ചൂടെ? ഈ അപര സ്ഥാനാർത്ഥി പ്രിയപ്പെട്ട ഷാനവാസ് അദ്ദേഹത്തിൻ്റെ നോമിനേഷൻ തയ്യാറാക്കിയത് അഡ്വക്കേറ്റ് BM ജമാലാണ്. നമ്മൾ പ്രിയപ്പെട്ട UDFൻ്റെ സ്ഥാനാർത്ഥീൻ്റെ നോമിനേഷൻ തയ്യാറാക്കിയതും അഡ്വക്കേറ്റ് BM ജമാലാണ്. അതിൻ്റെ ഡിജിറ്റൽ തെളിവ് എനിക്ക് നിങ്ങൾക്ക് തരാൻ പറ്റും. പിന്നെ BJPക്ക് ഇത്തവണ യാതൊരു സാധ്യതയും കാസർഗോഡ് മണ്ഡലത്തിലില്ല. മഞ്ചേശ്വരം മണ്ഡലത്തിന് സമാനമായി കാസർഗോഡ് മണ്ഡലവും ഇത്തവണ സംസ്ഥാന രാഷ്ട്രീയത്തിൽ ശ്രദ്ധാകേന്ദ്രമാകുന്ന കാര്യത്തിൽ തർക്കമില്ല. കാരണം LDFിൻ്റെ ശക്തമായ സാന്നിധ്യം തന്നെയാണ് കാസർഗോഡ് മണ്ഡലത്തെയും ഏവരെയും ഫലം ഉറ്റുനോക്കുന്നതും. KB ബൈജു, ന്യൂസ് 18, കാസർഗോഡ്. BJPയിൽ നിന്നും CPMലെത്തിയ AG ഉണ്ണികൃഷ്ണൻ പാർട്ടിയിൽ നിന്നും രാജിവെച്ചു. CPMലെ അവഗണനയും ചില നേതാക്കളുടെ ഏകാധിപത്യ പ്രവണതയുമാണ് രാജിക്ക് കാരണമെന്ന് ഉണ്ണികൃഷ്ണൻ പറഞ്ഞു. സ്ഥാനങ്ങൾ ലഭിക്കാത്തത് കൊണ്ടല്ല തന്റെ രാജിയെന്നും ഉണ്ണികൃഷ്ണൻ വ്യക്തമാക്കുന്നു. CPIMൽ നിന്നും രാജിവെച്ച AG ഉണ്ണികൃഷ്ണനാണ് നമ്മോടൊപ്പം ചേരുന്നത്. കഴിഞ്ഞ 10 വർഷക്കാലം മുമ്പ് BJPയുടെ ജില്ലാ പ്രസിഡന്റായിരുന്നു. അതിനുശേഷം അവിടെ നിന്ന് ആണ് പിന്നീട് CPMലെത്തുന്നത്. 10 വർഷക്കാലം CPMന്റെ സജീവ പ്രവർത്തനാണ്. എന്തുകൊണ്ടാണ് ഈ രാജി? 2016 CPMന്റെ ഭാഗമായത്. CPMന്റെ സംസ്ഥാന സെക്രട്ടറി, അന്നത്തെ സംസ്ഥാന സെക്രട്ടറി ശ്രീ കോടിയേരി ബാലകൃഷ്ണൻ പങ്കെടുത്ത യോഗത്തിൽ വെച്ചാണ് ഞങ്ങൾ CPMന്റെ ഭാഗമായത്. എന്നോടൊപ്പം ഏതാണ്ട് 863 പ്രവർത്തകരാണ് എന്നോടൊപ്പം CPMൽ അത് പങ്കാളിയായത്. അങ്ങനെ 10 വർഷമായിട്ട് പ്രവർത്തിക്കുന്നു. പക്ഷേ ഈ 10 വർഷത്തെ പ്രവർത്തനം കൊണ്ട് നമ്മൾ കണ്ടുവരുന്ന ഒരു പ്രത്യേകത, CPMന്റെ ഭാഗമായ പ്രവർത്തകന്മാര്, ഒട്ടുമുക്ക പ്രവർത്തകന്മാരും തിരിച്ച് മറ്റ് സംഘടനയിൽ പോകേണ്ട സ്ഥിതി ഉണ്ടായി. കാരണം CPMന്റെ ഭാഗമായ പ്രവർത്തകന്മാരെ അവരെ ചേർത്ത് നിർത്തി ഈ CPMന്റെ പ്രവർത്തനത്തെ ഭാഗമാക്കി മാറ്റുന്നതിന് CPM പരാജയപ്പെട്ടു എന്ന് പറയാതിരിക്കുന്ന നിർവാഹമില്ല. സ്വമായിട്ട് കഴിഞ്ഞ 10 വർഷമായിട്ട് ഞാൻ CPMന്റെ ഭാഗമായിട്ട് പ്രവർത്തിക്കുന്നു. അപ്പൊ എന്നെ സംബന്ധിച്ചുള്ള ഈ സ്ഥാനമാനങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും അധികാര സ്ഥാനമോ അങ്ങനെയുള്ള ഭ്രമം കൊണ്ടൊന്നും CPM വന്ന ആളൊന്നുമല്ല. പക്ഷേ നമ്മളൊരു സംഘടനാ പ്രവർത്തനം എന്നുള്ള നിലയ്ക്ക് ആ പ്രവർത്തനത്തിൽ നമ്മളെ കൂടി ചേർത്ത് നിർത്തി പ്രവർത്തിക്കുന്ന കാര്യത്തിൽ ചില CPM നേതാക്കൾ പരാജയപ്പെട്ടു എന്ന് പറയാതിരിക്കുന്ന നിർവാഹമില്ല. പ്രത്യേകിച്ച് ഓമല്ലൂരിനെ സംബന്ധിച്ച് ഞാൻ ഓമല്ലൂരാണ് അധിവസിക്കുന്നത്. ഓമല്ലൂരിലെ പൊതുരംഗത്ത് എൻ്റെ ബാല്യം മുതൽ പൊതുരംഗത്ത് പ്രവർത്തിക്കുന്ന ആളാണ്. പക്ഷെ ഇവിടുത്തെ CPMന്റെ തലതൊട്ടപ്പനായി പ്രവർത്തിക്കുന്നത് ശ്രീ ശങ്കരനാണ്. ശ്രീ ശങ്കരനെ സംബന്ധിച്ചുള്ളതും അദ്ദേഹം ഒരു മനുഷ്യനെ പോലും പ്രവർത്തനത്തിൽ ചേർത്ത് നിർത്തുകയോ പങ്കാളിയാക്കുവാനോ താല്പര്യമില്ല. ഒരു തൻപ്രമാണിത്തം. ആ തൻപ്രമാണിത്തം നിമിത്തം CPMന്റെ ഏരിയ കമ്മിറ്റി മെമ്പറായിട്ട് എടുത്തിട്ട് പോലും പ്രവർത്തിക്കാനൊരു സാഹചര്യം ഇല്ലാത്തത് കൊണ്ട് അതിൽ നിന്ന് ഞാൻ ഒഴിയുകയാണ് ചെയ്തത്. പാർട്ടി അറിയിക്കുന്ന ഒരു പരിഗണന തന്നില്ലേ? സ്ഥാനമാനങ്ങളൊക്കെ തന്നില്ലേ? ഇത് അത്തരമുള്ള കാര്യങ്ങൾ ഉണ്ട്, അതിനകത്ത് വല്ല അതൃപ്തി വല്ലതും ഉണ്ടോ? അങ്ങനെ കിട്ടാത്തതിന് വല്ലതും? പാർട്ടിയിൽ എന്തെങ്കിലും സ്ഥാനമാനം കിട്ടാത്തതിൽ യാതൊരു അതൃപ്തിയില്ല. എന്തെങ്കിലും അധികാര സ്ഥാനത്ത് ഞാൻ ചോദിക്കുന്നത്, പാർട്ടി ഏതെങ്കിലും തരത്തിൽ പരിഗണിക്കാതിരുന്നിട്ടുണ്ടോ? ഒന്നുമില്ല. അങ്ങനെയുള്ള പ്രശ്നങ്ങൾ എനിക്കില്ല. ഏതെങ്കിലും സ്ഥാനമാനം കിട്ടിയില്ലെന്നോ അല്ലെ അധികാര സ്ഥാനം കിട്ടിയില്ലെന്നോ കിട്ടിയത് കുറഞ്ഞു പോയെന്നോ അങ്ങനെയുള്ള യാതൊരു ആക്ഷേപമില്ല. പക്ഷെ ഒരു പ്രവർത്തകൻ എന്നുള്ള നിലയ്ക്ക് നമ്മുടെ കഴിവ് വിനിയോഗിക്കാനുള്ള അവസരം നിഷേധിക്കപ്പെട്ടു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു ആക്ഷേപം. ചില നേതാക്കൾ നമുക്കെതിരെ അതെ, ചില നേതാക്കൾ എന്ന് എടുത്തു പറയേണ്ടത് ശ്രീ ഓമല്ലൂർ ശങ്കരനാണ്. ജില്ലാ സെക്രട്ടറി ഓമല്ലൂർ ശങ്കരനാണ്. ഞാൻ ഈ പ്രസ്ഥാനത്തിൽ വന്ന കാലം മുതൽ എനിക്കെതിരെയുള്ള നിരന്തരമായി ആക്ഷേപങ്ങൾ പറയുക, നിരന്തരമായി പരാതിയും കൊണ്ട് പോവുക, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നത്. ഇതൊക്കെ പാർട്ടിയുടെ നേതൃത്വത്തിന്റെ ശ്രദ്ധപ്പെടുത്തിയെങ്കിലും വേണ്ടത്ര ശ്രദ്ധയോടെ ആ പ്രശ്നം പരിഹരിക്കുന്നതിൽ അത് പാർട്ടിയും താല്പര്യം എടുത്തില്ലെന്ന് എനിക്ക് തോന്നുന്നു. തിരിച്ച് BJP തന്നെ തിരിച്ചു പോവുകയാണോ? ഇല്ല, അങ്ങനെ ആരും ആലോചിക്കുന്നുമില്ല. കാരണം 10-35 വർഷക്കാലം ഞാൻ പ്രവർത്തിച്ച BJP ആണ്. ചെറിയ ബൂത്ത് തലം മുതൽ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി വരെ പ്രവർത്തിച്ചു. 30-35 വർഷകാലം പ്രവർത്തി. ഇനി എന്തായാലും അങ്ങോട്ടൊരു പ്രവർത്തനം തിരിച്ചു പോകുന്ന പ്രശ്നം ഉദിക്കുന്നില്ല. വേറെ തീരുമാനങ്ങൾ അങ്ങനെയൊന്നുമില്ല. അങ്ങനെ ഇതുവരെയായിട്ടും എങ്ങോട്ടേലും പോകുന്നതിനെ കുറിച്ചോ ആലോചന, അങ്ങനെ ഒരു ചിന്ത, അങ്ങനെ ഒരു ചർച്ച ഒന്നും എന്റെ മനസ്സിലില്ല. ആരെങ്കിലും സമീപിച്ചു? അതൊക്കെ ഓരോരുത്തർ സുഹൃത്തുക്കളൊക്കെ ഇത് വാർത്ത കണ്ടുകൊണ്ടൊക്കെ വിളിച്ചിട്ടുണ്ട്, ഓരോരോ അഭിപ്രായങ്ങളൊക്കെ അവരോട് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഒരു കാരണവശാലും അങ്ങനെ ഒരു കാര്യത്തിൽ ഇപ്പൊ ഞാൻ ചിന്തിച്ചിട്ടില്ല. എന്തായാലും അതാണ് AG ഉണ്ണികൃഷ്ണന്റെ തീരുമാനം. പത്തനംതിട്ടയിൽ നിന്നും ശശി നാരായണൻ, ന്യൂസ് 18. നാട്ടിൽ വികസനത്തിന്റെ പരവധാനി വിരിച്ച് ആരവങ്ങളും ആർപ്പുവിളികളും ആവേശത്തോടെ